പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഏറ്റവും കൂടുതൽ നമ്മൾ വായിച്ചിട്ടുള്ള തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. അതിൽ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിലെ 2-ാം വാക്യം. അവർ ശയ്യയോടെ ഒരു തളർവാദ രോഗിയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിൽ, ഉള്ളിൽ എപ്പോഴും ഒരു ആന്തരിക ഭയമുണ്ട്. ആ ഭയത്തിലേക്കാണ് ഈശോ സംസാരിക്കുന്നത്. മകനെ, ധൈര്യമായിരിക്കുക. ഈ തളർവാദ രോഗിയുടെ കാര്യത്തിൽ സൗഖ്യത്തിന് പാപത്തിൻ്റെ ക്ഷമ, പാപങ്ങൾ ക്ഷമിക്കപ്പെടണമായിരുന്നു. ഒരു ക്ഷമയുടെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഈശോ ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത് തളർവാദ രോഗിയെ കൊണ്ടുവന്ന വ്യക്തികളുടെ ആഴമേറിയ വിശ്വാസമാണ്, അതിശക്തമായ വിശ്വാസമാണ്. മേൽക്കൂര പൊളിച്ച് താഴേക്കിറക്കിയ, തളർവാദ രോഗിയെ താഴേക്കിറക്കിയ അവരുടെ പാറ പോലുള്ള വിശ്വാസമാണ് ഈശോയെ കുലുക്കിയത്, ഈശോയെ സൗഖ്യത്തിനായി പ്രേരിപ്പിച്ചത്. ഈശോ മുൻതൂക്കം കൊടുത്തത് അവരുടെ അതിശക്തമായ വിശ്വാസത്തിനാണ്. ആ വിശ്വാസം മൂലം ഈശോ ഈ തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവനെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനഭാഗം നമ്മളെ ആഴത്തിൽ സ്പർശിക്കട്ടെ. വിശ്വാസത്തിന് ദൈവം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവെന്ന്, എത്രമാത്രം മുൻതൂക്കം കൊടുക്കുന്നുവെന്ന് നമ്മുടെ അന്തരാത്മാവിൽ നാം തിരിച്ചറിയട്ടെ. വിശ്വാസം ശക്തിയുള്ളതാണ്. യേശുവിനുള്ള വിശ്വാസം മലകളെ നീക്കാൻ തക്കവിധം ശക്തിയുള്ളതാണ്. ആകയാൽ നമ്മുടെ കുടുംബത്തിൽ മാനസാന്തരം ആവശ്യമായിട്ടുള്ളവർ, നമ്മുടെ ചുറ്റുപാടുകളിൽ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർ, അവരെയെല്ലാം യേശുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ നാം എത്തിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന് ഈശോ മുൻതൂക്കം നൽകുകയും അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ ചുറ്റിലും രോഗികളായിരിക്കുന്നവർ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ യേശുവിൻ്റെ മുന്നിൽ വിശ്വാസത്താൽ, പ്രാർത്ഥനയാൽ നമുക്ക് എത്തിക്കാം. കർത്താവ് അവരോട് കരുണ കാണിക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ പുണ്യയോഗ്യതകളാലല്ല, നമ്മുടെ പാപങ്ങളോ അയോഗ്യതകളോ പരിഗണിക്കാതെ ദൈവം കരുണ കാണിക്കുന്നവനാണ്. നാം എല്ലാവരും പാപികളാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, രക്ഷകനിൽ വിശ്വസിക്കുമ്പോൾ, ഈശോ എൻ്റെ പാപങ്ങൾ മോചിക്കുന്നവനാണ്, എൻ്റെ രക്ഷകനാണെന്ന് നാം ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ വിശ്വാസത്തെ വിലമതിക്കുകയും നാം ചോദിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് തരികയും ചെയ്യും. ആകയാൽ ഈ ഒരു എളിമ നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. എൻ്റെ രക്ഷകനായ ഈശോ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ വന്നവനാണ്. ആ യേശുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ എന്നെ സുഖപ്പെടുത്തുന്നു. എൻ്റെ വിശ്വാസം മൂലം മറ്റുള്ളവരെയും സുഖപ്പെടുത്തുന്നു. ഈ ഒരു ആഴമേറിയ വിശ്വാസം, ശക്തമായ വിശ്വാസം, പാറ പോലെയുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ജ്വലിപ്പിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നാം ഒരു ഉപകരണമായി മാറും. ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലുമുള്ളവർക്ക് വേണ്ടി നാം ദൈവത്തിൻ്റെ വലിയൊരു ഉപകരണമായി മാറും. ഇതിനായി ദൈവം നമ്മളെ വചനശക്തിയാൽ നിറയ്ക്കട്ടെ, കൃപയാൽ നിറയ്ക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ ജ്വലിപ്പിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.